ഹലോ, നമുക്കിന്ന് നല്ല നാടൻ വെളുത്തുള്ളി അച്ചാറിട്ടാലോ? നല്ല ചെറിയ നാടൻ വെളുത്തുള്ളിയാണ് കേട്ടോ ഇന്ന് അച്ചാറിടാൻ പോകുന്നത്. നമ്മൾ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എള്ളെണ്ണ അല്ലേ, അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യണം കേട്ടോ. ഏറ്റവും നല്ലത് അച്ചാറിന് നല്ലെണ്ണയാണ്. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യമുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലോട്ടൊരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ആവശ്യമുള്ള കുറച്ച് ഉലുവപ്പൊടി. ഉലുവ നമ്മൾ പൊടിയുള്ള കാരണം ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നത്, അതല്ലെങ്കിൽ ഉലുവ വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരിയും സാധാ മുളകും പൊടിയും കൂടെ പൊടിച്ചിട്ടുള്ള പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇതിലിട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായി മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. നന്നായി അല്ല, നമുക്കൊരു ചിലർക്ക് നന്നായി ഒരു കടിക്കണ ഒരു ഇതിൽ ഇഷ്ടമുണ്ടാവുക, ചിലർക്കൊന്നും വേവണം. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അത് നന്നായി തിള വന്നിട്ടുണ്ട്. നമ്മളൊരു കുറച്ച് സമയം ഒന്ന് വേവിച്ചതിന് ശേഷം ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെളുത്തുള്ളി അച്ചാറാണ്. ഇനി നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് ബോട്ടിലോട്ട് മാറ്റാം.